നിഷാദ് സോഫാർ ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തുനിന്ന് വന്നതായി നിഷാദ് സൂചിപ്പിച്ച പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതുപോലെയുള്ള കുപ്രചരണങ്ങളോ നുണപ്രചരണങ്ങളോ കള്ളങ്ങളോ ഒക്കെയാണ്. അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പീസ് ഡീൽ വയലേഷനിൽ ഈ സീസ് ഫയർ വയലേഷനിൽ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് എന്ത് പറയാനുണ്ടെന്നുള്ളതാണ്. അക്കാര്യത്തിലേക്ക് ഇതുവരെ ഷഹബാസ് ഷെരീഫ് എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടതും അതാണ്. കാരണം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഈ അസമയത്ത് വന്ന് ഇതാ പീസ് ഡീൽ വയലേഷൻ നടത്തി രണ്ട് രാജ്യങ്ങളും നേരിട്ട് ഒരു വെടിനിർത്തൽ ഉടമ്പടിയിലെത്തിയിട്ട് പോലും അത് വയലേറ്റ് ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് കൃത്യം 1 മണിക്കൂർ മുമ്പാണ്. അതിന് മറുപടി പറയേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും പാകിസ്ഥാൻ ഉണ്ട്. കാരണം ഒരു വിദേശകാര്യ സെക്രട്ടറിയാണ് ഈ പറഞ്ഞത്. അതിന് പാകിസ്ഥാന്റെ കൗണ്ടർ പാർട്ടോ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ പാക് പ്രധാനമന്ത്രി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹമോ അതിന് മറുപടി നൽകണം. ആ മറുപടിയിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മറുപടിയിലേക്ക് എത്തണം. അല്ലെങ്കിൽ ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞതായി നിഷാദ് സൂചിപ്പിച്ച കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശകാര്യ മന്ത്രിയും അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫ് തന്നെയും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. പാകിസ്ഥാന്റെ അവകാശവാദങ്ങളാണ്. ആ അവകാശവാദങ്ങളെയൊക്കെ കൃത്യമായ തെളിവുകൾ വെച്ച് ഇന്ത്യ പൊളിച്ചു നൽകിയതുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഏതോ ആർമി ബേസ് അല്ലെങ്കിൽ വ്യോമ താവളങ്ങളൊക്കെ മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്നൊക്കെ പാകിസ്ഥാൻ അവകാശപ്പെട്ടപ്പോഴും അതിന്റെ ദൃശ്യങ്ങൾ എവിടെ, അതിന് തെളിവ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ വ്യാജ പ്രചാരണങ്ങളെ കുപ്രചാരണങ്ങളെയൊക്കെ ഇന്ത്യ പൊളിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു പ്രചാരണങ്ങൾ മാത്രമായി ഈ അസമയത്ത് ഈ വൈകിയ നേരത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വിശദീകരണങ്ങളെ അല്ലെങ്കിൽ പ്രതികരണങ്ങളെ കണ്ടാൽ മതി. പക്ഷേ ഈ സീസ് ഫയർ വയലേഷനിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ നമുക്ക് നേരത്തെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്ന വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ വാർത്ത വരുന്നില്ല എന്നുള്ളത് കൂടിയും ശ്രദ്ധേയമാണ്. ജമ്മു കശ്മീരിലെ വിവിധ ഭാഗങ്ങളിലെ ബ്ലാക്ക് ഔട്ടുകൾ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. പക്ഷേ രാജസ്ഥാനിൽ നിന്നും ഒപ്പം പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ 3 അതിർത്തി സംസ്ഥാനങ്ങളിലും പല ഭാഗങ്ങളിലും അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിരുന്നു. അവിടെയൊക്കെയുള്ള പുതിയ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. പക്ഷേ കശ്മീരിലെ പല ഭാഗങ്ങളിലും നേരത്തെ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകെ പല ഭാഗങ്ങളിലും ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉധംപൂരിലും മുറിയിലും നൗഷേരയിലും ഒക്കെ നേരത്തെ ഷെല്ലാക്രമണം നടത്തുന്ന ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമയം ഇപ്പോൾ കഴിഞ്ഞ 2 രാത്രികളിലും നമ്മൾ നിൽക്കുന്ന ഈ സമയം 12 മണിയും 1 മണിയും ഒക്കെ നിരന്തരം ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 1:30 കഴിഞ്ഞ ദിവസം ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം പാകിസ്ഥാൻ നടത്താൻ ഒരുമ്പെട്ടത്. പക്ഷേ അത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത് തകർക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് ഈ സമയം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കാര്യമായ ആക്രമണങ്ങൾ എവിടെയും നടന്നിട്ടില്ല. പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെയുള്ള ഡ്രോൺ ആക്രമണം കണ്ടതാണ് വലിയ നിരാശയിലേക്ക് കാര്യങ്ങൾ മാറാൻ കാരണമായത്. എന്തായാലും കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ കാര്യമായ ആക്രമണങ്ങളൊന്നും എവിടെയും നടന്നിട്ടില്ല.